ഖസവത്തി ഷംസു ഫി ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ജീവിതകാലത്ത് സൂര്യന് ഗ്രഹണം ബാധിച്ചു. അപ്പോൾ നബി പള്ളിയിലേക്ക് പുറപ്പെട്ടു. വസുഫന്നാസു, അന്നാസ് അഥവാ സഹാബത്തിനെ സഫാക്കപ്പെട്ടു. അലിഫ്ലാം കൊണ്ട് മൈരിഫാണത് അന്നാസെ. അപ്പോൾ അത് അഹദിന്റെ അലിഫ്ലാമാണ്. അപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തു? അവരെ സഫാക്കപ്പെട്ടു. നബിയുടെ പിന്നിൽ നബി തക്ബീർ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്തർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി എന്ത് ചെയ്തു? ഖിറാഅത്ത് നിർവഹിച്ചു. ഖിറാഅത്തൻ തവീലത്തൻ, നീണ്ട ഖിറാഅത്തിനെ. പിന്നെ തക്ബീർ ചൊല്ലി നീണ്ട റുക്കൂ ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ നിന്നു. വലം യസ്ജുദ്, സുജൂദ് ചെയ്തില്ല. നീണ്ട ഖിറാഅത്ത് അവിടെയും ഓതി. മിന്നദിന ഖിറാഅത്തിൽ ഊല, ഒന്നാമത്തെ നൃത്തത്തിൽ ഓതിയതിനോട് അടുത്തത്രയും തന്നെ ഓത്ത് അവിടെയും ചെയ്തു. ഒന്നാമത്തെ റുക്കുവിനേക്കാൾ താഴെയാണത്. എന്നിങ്ങനെ പറഞ്ഞു. ഇതുപോലത്തതിനെ പറഞ്ഞു. 4 റുക്കൂഴ് 4 സുജൂദ് കൊണ്ട് ഇങ്ങനെയാണ് നിസ്കരിച്ചത്. മനസ്സിലായോ? 4 റുക്കൂ വന്നെങ്ങനെയാ? 2 റുക്കൂഴ് ആദ്യത്തെ റക്അത്തിൽ, 2 റുക്കൂഴ് രണ്ടാമത്തെ റക്അത്തിൽ. അപ്പൊ എത്രയായി? 4. 2 നൃത്തം 2 റുക്കൂഴ്. ഇതാണ് ആ നിസ്കാരത്തിന്റെ പ്രത്യേകത. ഗ്രഹണ നിസ്കാരം അങ്ങനെയാണ്. 2 റുക്കൂഴ് ഉണ്ടാവും, 2 ഖിറാഅത്ത്, ഓരോ റക്അത്തിനും 2 ഫാത്തിഹ, 2 സൂറത്ത്, 2 ആയത്തുകൾ. പിന്നെ അങ്ങനെ 2 റക്അത്ത് കൂടി ആവുമ്പോഴത്തേക്കും 4 റുക്കൂവും ആവും, 4 ഖിയാമും ആവും, 4 സുജൂദും ആവും. അതാണ് ആ പറഞ്ഞത്. അവിടുന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ സൂര്യന്റെ ഗ്രഹണം എന്ത് ചെയ്തു? ഒഴിവായി. പിന്നെ നബി നിന്നു. നബി അള്ളാഹുവിനെ സ്തുതിച്ചു പറഞ്ഞു. അഹ്ലായ ഒന്നുകൊണ്ട് അല്ലാഹുവേ. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ പടച്ചവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ദൃഷ്ടാന്തമാണ്. ആരെങ്കിലും ജനിച്ചതിന് വേണ്ടിയോ മരിച്ചതിന് വേണ്ടിയോ ഒന്നും അത് എന്ത് ചെയ്യില്ല, ഗ്രഹണം ബാധിക്കൊന്നും ഇല്ല. നിസ്കാരത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെന്ന് അഭയം പ്രാപിക്കാം.